ഹലോ, ഇറ്റ്സ് മീ രഞ്ജിത. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാഴ്ച മുന്നേ ഞാൻ എൻ്റെ ഫോണിന് നമ്മുടെ സാംസങ് S21 പ്ലസിന് അപ്ഡേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് ഗ്രീൻ ലൈൻ വന്നിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ഡൗട്ട് ചോദിച്ചു. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ പുതുതായിട്ട് കാണുന്ന ആളുകൾക്ക് എന്താണ് എൻ്റെ ഫോണിന് സംഭവിച്ചതെന്നുള്ള കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. ഏപ്രിൽ 30 ആയിരുന്നു എൻ്റെ ഫോണിന് എന്തായിട്ടുള്ളത്, നമ്മുടെ ഗ്രീൻ ലൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഏപ്രിൽ 25 ആയിരുന്നു ഫോണിൻ്റെ അപ്ഡേഷൻ നടന്നിട്ടുള്ളത്. അപ്ഡേഷൻ നടന്ന് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഏപ്രിൽ 30 വരെ ആയിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സാംസങ് ഫ്രീ ആയിട്ട് റീപ്ലേസ്മെൻറ്റ് നൽകുന്നുണ്ടായിരുന്നത്. പക്ഷെ അന്ന് എന്തോ ഒരു കാരണവശാൽ സെൻറ്റർ ഓപ്പൺ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. സോ മെയ് 1 ആയിരുന്നു ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമർ കെയർ സർവീസ് സെൻറ്ററിലേക്ക് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ഈ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നറിയില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ ഡയറക്റ്റായിട്ട് സാംസങ്ങിൻ്റെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ സാംസങ്ങിലെ ഇതിലേക്ക് ഇമെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമെയിൽ ചെയ്ത ഇമെയിൽ ID എന്ന് പറയുന്നത് support.india@samsung.com എന്നുള്ള ID-യിലേക്കായിരുന്നു ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്യൂ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇമെയിൽ ചെയ്തു. അപ്പോൾ അവർ തിരിച്ച് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു, ഏപ്രിൽ 30 വരെ അത് നിർത്തി വെച്ചിട്ടുണ്ട്, ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എഗെയിൻ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഞാനിങ്ങനെ കണ്ടന്റ് ക്രിയേറ്ററാണ്, വീഡിയോ ചെയ്യുന്ന ആളാണ്, എനിക്ക് ഫോണില്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം പറഞ്ഞുകൊണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളെ കസ്റ്റമർ കെയറിൽ നിന്ന് അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇഷ്യൂ ഒക്കെ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, അങ്ങനെ ഈ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ നമുക്ക് എന്ത് ചെയ്തു, ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ ഒരാളെ എനിക്ക് തന്നു. നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം, അതിനുള്ളൊരു നമ്പറൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ലേഡി ആയിരുന്നു, അവരായിരുന്നു എൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്തിരുന്നത്. അതായത് അപ്ഡേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഓരോ പ്രശ്നങ്ങളും എന്തെങ്കിലുമൊക്കെ എൻക്വയറി ചെയ്തുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്ന അവരായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള സാംസങ് സർവീസ് സെൻറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഫോൺ കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ സാംസങ് സെൻറ്റർ മഞ്ചേരി സാംസങ് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അവരെന്ത് ചെയ്തു, നമുക്ക് രജിസ്റ്റർ ചെയ്ത് തന്നു. ചെന്ന സമയത്ത് ഒരു ചേച്ചിയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ രജിസ്റ്റർ ചെയ്തു, കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു, നമുക്കൊരു ജോബ് നമ്പറൊക്കെ തന്നു. എന്നിട്ട് ഞാൻ ആ ജോബ് നമ്പർ എൻ്റെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എനിക്ക് തന്നിട്ടുള്ള ആ ഒരു ലേഡിക്ക് അയച്ചു കൊടുത്തു പേഴ്സണലി. പിന്നെ വീണ്ടും അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻവോയ്സ് കയ്യിലുണ്ടോ, അതുപോലെ ആദ്യം യൂസ് ചെയ്ത മൊബൈൽ നമ്പർ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ ഇത് രണ്ടും എൻ്റെ കയ്യിലില്ല. അതൊന്നും ഇത്രയും കാലം സൂക്ഷിച്ച് വെക്കുന്നൊരു ആരും വെക്കില്ലല്ലോ, കാരണം ഈ ഒരു ഫോൺ S21 ആണ്. അത് ഇറങ്ങിയിട്ട് കാലം കുറച്ചായി. അപ്പോൾ എങ്ങനെയായാലും ആളാഴ്ച അറിയാം നമ്മളെ കയ്യിലത് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഞാൻ അവരെ പറഞ്ഞ് ബോധിപ്പിച്ചു. അവർ അന്ന് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു. പിന്നെ വീണ്ടും കുറച്ച് ദിവസത്തിന് ശേഷം അവർ കോൾ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനൊരു ഫ്രീ റീപ്ലേസ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. അതായത് 450 രൂപ അല്ലെങ്കിൽ 500 രൂപ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അടയ്ക്കേണ്ടി വരും. 17 ആക്ച്വലി ഡിസ്പ്ലേക്ക് വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു, കാരണം 400 അല്ലേ, നമുക്ക് നമ്മളെ ഫോൺ നന്നാക്കി കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്തു. സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ ഫോണൊന്നും ഡാറ്റാസൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്ത പോലെ അവിടെ കൊണ്ടുവച്ചു. അവർ അത് സബ്മിറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ പിന്നെ ഇങ്ങോട്ട് തന്നു. പിന്നെ പിറ്റേ ദിവസം തന്നെ കൊണ്ടു കൊടുത്തു. അപ്പോൾ അന്ന് എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ അവിടെ അവൈലബിൾ അല്ലായിരുന്നു. സോ അവർ ഓർഡർ ചെയ്ത് എത്തിയതിന് ശേഷം അന്ന് വിളിച്ചു. അപ്പോൾ അന്ന് തന്നെ കൊണ്ടുപോയി കൊടുത്തു. വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ ഫോൺ എന്തായിട്ടുണ്ട്, അവർ സെറ്റാക്കി ഡിസ്പ്ലേ ഒക്കെ ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഫോണിന് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ കാര്യം നമ്മൾ ഇമെയിൽ ചെയ്യുക, അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇമെയിൽ ചെയ്യുക നമ്മളെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഫോൺ നന്നാക്കി റീപ്ലേസ് ആയിട്ട് കിട്ടിയത്. അതിനുശേഷം നന്നാക്കി നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു സാംസങ് സെൻറ്ററിൽ നിന്ന്. ഇത്രയും എമൗണ്ടാണ് നിങ്ങൾ പേ ചെയ്തത്, അതായത് ആ സർവീസിനായ കോസ്റ്റ് പറഞ്ഞുകൊണ്ട് അവർ
ഒരു മെസ്സേജും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് സംഭവിച്ചിട്ടുണ്ടായതെന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്ന കാര്യങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. അതായത് ഏതൊക്കെ ഫോണിനാണ് ഗ്രീൻ ലൈന് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഗാലക്സി S20, അതുപോലെ S21 പ്ലസ്, S22 എല്ലാ മോഡൽസിനും ഉണ്ട്. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ 5G ഫോൺസിനൊക്കെ ഇപ്പോൾ ആപ്പിൾ ഐഫോണിനൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട് ഗ്രീൻ ലൈൻ വരുന്നുണ്ടുള്ള കാര്യം. അപ്പോൾ ഇത്രയും ഫോണുകൾക്കാണ് എൻ്റെ അറിവിലുള്ളത്. പിന്നെ ചോദിച്ച കമൻറ്റ്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് വന്നൊരു കമൻറ്റാണ്, സർവീസ് സെൻറ്ററിൽ നിന്ന് ഫ്രീ സർവീസ് ഇല്ല എന്ന് അവർ പറഞ്ഞു. അതെനിക്ക് തോന്നിയ കാരണം വെച്ചാൽ നമ്മൾ സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ സർവീസ് ചെയ്യുന്ന ഒരു സാംസങ്ങിൻ്റെ ഒരു സെൻറ്റർ മാത്രമാണ്. അതായത് അവർക്ക് ഇത് സാംസങ്ങിൽ നിന്നല്ല, അവരെ ഹെഡിൽ നിന്ന് ചെയ്യണം, അവർക്ക് ഒരു ഓർഡർ കിട്ടണം, അല്ലെങ്കിൽ ഇന്ന കസ്റ്റമർ ഇന്ന ആൾക്ക് മാറ്റി കൊടുക്കണം എന്നുള്ള രീതിയിൽ ഓർഡർ കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്കത് മാറ്റിത്തരാൻ പറ്റുള്ളൂ. സർവീസ് സെൻറ്ററിന്ന് അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാറ്റിത്തരാൻ വേണ്ടി പറ്റില്ല. അവർക്ക് നമ്മളവരെ കോണ്ടാക്ട് ചെയ്തിട്ട് മേലെ നിന്ന് അവർക്ക് ആ ഓർഡർ കിട്ടണം, സർവീസ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഓർഡർ കിട്ടിയാൽ മാത്രമേ അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റായിട്ട് അവർ സർവീസ് സെൻറ്ററിൽ നിന്ന് മാറ്റി തരുന്നതല്ല. അതാണ് എനിക്ക് അതിൽ നിന്ന് ആ ഒരു ക്വസ്റ്റിന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ അഴിച്ച് പണിതിട്ടുള്ള ഫോണിന് ഗ്രീനിൽ വന്നു കഴിഞ്ഞാൽ ഫ്രീ റീപ്ലേസ്മെൻറ്റ് കിട്ടുമെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ അഴിച്ച് പണിത ഫോണെന്ന് പറയുമ്പോൾ അവരടുത്ത് കൊണ്ടുപോകുമ്പോൾ അവർ ചിലപ്പോൾ പറയുന്നത് അഴിക്കുന്ന സമയത്ത് ഓൾറെഡി മുന്നേ കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു ഗ്രീൻ ലൈൻ വന്നതെന്ന് അവർ ചിലപ്പോൾ പറയും. എന്നാൽ നേരെ മറിച്ച് നിങ്ങളൊരു സാംസങ് സർവീസ് സെൻറ്ററിൽ നിന്ന് തന്നെയാണ് മുന്നേ സർവീസ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ പ്രശ്നം വരില്ല. അവരെ കാര്യം പറഞ്ഞ് പുതുമിച്ചാൽ അവർക്കത് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ചോദിച്ചത് ഡിസ്പ്ലേ ബാറ്ററി കണക്റ്റഡ് എന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ പറഞ്ഞ സമയത്ത് ഡിസ്പ്ലേ ബാറ്ററിയുടെ കണക്റ്റഡ് ആണെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞാൽ ചോദിച്ചിട്ടില്ല. അപ്പം ഞാൻ ഉദ്ദേശിച്ച വേറെ ഒന്നുമല്ല, ഫ്രീ റീപ്ലേസ്മെൻറ്റ്, അതായത് ഡിസ്പ്ലേയുടെ കൂടെ ഫ്രീ ബാറ്ററി റീപ്ലേസ്മെൻറ്റും കൂടി സാംസങ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യം എനിക്കതിന് പറയാൻ അറിയില്ല. അതിനൊരാൾ എൻ്റെ ഇൻബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതവിടെ കൊടുക്കാം. പിന്നെ ചോദിച്ചിട്ടുള്ളത് എത്ര ദിവസം കഴിഞ്ഞ് കിട്ടും എന്നുള്ളതാണ്. അതായത് നമ്മൾ സാധനം കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞ് കിട്ടും. ഞാൻ ആദ്യം അവിടെ പോയി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. അതിന് ജോബ് നമ്പറൊക്കെ കിട്ടിയതിന് ശേഷം 4 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോൺ റീപ്ലേസ്മെൻറ്റിന് കൊടുത്തിട്ടുള്ളത്. 2 ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്തു, ഞാൻ സ്റ്റോക്ക് ഇല്ലായിരുന്നു, അതായത് ഡിസ്പ്ലേ സ്റ്റോക്ക് ഇല്ലായിരുന്നു, അവരെത്തിയെന്ന് പറഞ്ഞ് വിളിച്ചു, അങ്ങനെ കൊണ്ടു കൊടുത്തു. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്തു, സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോദിച്ച ചോദ്യം പുതിയ ഡിസ്പ്ലേ സേഫ് ആണോ, ഗ്യാരണ്ടി ഉണ്ടോ, വാറണ്ടി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പുതിയ ഡിസ്പ്ലേ സേഫ് ആണെന്നുള്ള ആക്ച്വലി ഞാൻ ആ കാര്യം സർവീസ് സെൻറ്ററിൽ നിന്ന് ചോദിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ സർവീസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ കിട്ടി എന്നുള്ളത്. അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ലേഡി. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്, അവർ പറഞ്ഞത് എന്താണ്, ഒരു 5 മാസമൊക്കെ എന്തായിരിക്കും അതിന് വാറണ്ടി ഉണ്ട് എന്നുള്ള രീതിക്കാണ് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗൾഫിൽ നിന്ന് പർച്ചേസ് ചെയ്തതിന് ലൈൻ വന്നാൽ എന്ത് ചെയ്യും? അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാംസങ് ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കമ്പനി ആണെങ്കിലും അവരെന്ത് ചെയ്യുന്നില്ല, നമ്മളെ വേൾഡിലെ സർവീസ് സെൻറ്ററിൽ പോലും ചെന്നാലൊന്നും ഫ്രീ, അതായത് വേൾഡിൽ എവിടെയുള്ള സർവീസ് സെൻറ്ററിൽ ചെന്നാലും ഫ്രീ സർവീസൊന്നും കിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ എവിടെ നിന്നാണോ വാങ്ങിച്ചിട്ടുള്ളത് അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യണം, സർവീസ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ പോളിസി. ഈവൻ അതിനൊരു ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ പോലും അവരെന്ത് ചെയ്യില്ല, നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനം ഒരിക്കലും ഇവിടെ നിന്ന് അവരെന്ത് ചെയ്യില്ല, ഫ്രീ സർവീസ് ചെയ്തു തരില്ല. പിന്നെ ചോദിച്ചത് ഫോൺ സബ്മിറ്റ് ചെയ്തപ്പോൾ ഇൻവോയ്സ് അതുപോലെ ആദ്യം ഉപയോഗിച്ച സിമ്മിൻ്റെ നമ്പർ ചോദിച്ചാൽ എന്ത് ചെയ്യണം? എന്നോട് ഇത് ഓൾറെഡി ചോദിച്ചതാണ്. അവർ ഇൻവോയ്സും അതുപോലെ ഫസ്റ്റ് യൂസ് ചെയ്ത കോൺടാക്ട് നമ്പറും എനിക്കറിയില്ല, കാരണം ഫസ്റ്റ് ഞാനല്ലേ ഈ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇൻവോയ്സും ഒരിക്കലും സൂക്ഷിച്ച് വെക്കുന്ന, നമ്മൾ ഒരുപാട് കാലം ആ സാധനങ്ങളൊന്നും സൂക്ഷിച്ച് വെക്കില്ല. അപ്പം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ സംഭവങ്ങൾ രണ്ടുമില്ല എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക, കാരണം ബോധിപ്പിച്ച് കയ്യിലില്ല, സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ എന്നുള്ള രീതിക്ക് സംസാരിച്ച് നോക്കുക. ഓക്കെ. ദെൻ മഞ്ചേരി സർവീസ് സെൻറ്ററിൻ്റെ ഒപ്പീനിയൻ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെയുണ്ട്, ബാഡായിട്ടുള്ള ഒപ്പീനിയൻ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സർവീസ് ഭയങ്കര മോശം എന്നുള്ള രീതിക്ക്.
സോ എന്നെ സംബന്ധിച്ച് പറഞ്ഞോളം ഞാൻ വിളിച്ച സമയത്ത് അവരെ ഫസ്റ്റ് ഡേ മെയ് 1-ാം തീയതി വിളിച്ച സമയത്ത് ഒരു സംസാരം എന്നുള്ളത് പറഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിൾ അല്ലാത്ത രീതിയിലുള്ളൊരു സംസാരമായിരുന്നു അവരുടേത്. പക്ഷേ ഞാൻ അവിടെ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസങ് സർവീസ് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഒരു റെക്കമെൻഡേഷനോട് കൂടിയിട്ടായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയായിരിക്കും എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു റെക്കമെൻഡേഷനോട് കൂടിയായിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ ചെന്നപ്പോൾ തന്നെ കാര്യം പറഞ്ഞു തന്നു, ഫോൺ വാങ്ങി വെക്കലും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ പലരും പറയുന്നത് കേൾക്കുന്നുണ്ട് അവിടെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. മേ ബി ഞാൻ ഈ ഒരു റെക്കമെൻഡേഷനോട് കൂടി പോയതുകൊണ്ടും ആയിരിക്കാം എനിക്ക് അങ്ങനെ തോന്നാറുള്ളത്. ഓക്കെ. പിന്നെ ചോദിച്ചിട്ടുള്ളത് S23, S24 ഫോണുകൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നാണ്. അപ്പോൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല അങ്ങനെ പറയുന്നത്, ഐ മീൻ ആരും പറയുന്നതായിട്ട് എന്ത് ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല. സോ പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണ് ഇതപ്പോൾ അപ്ഡേഷൻ വരുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണല്ലോ ഈ ഒരു ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് അവരോട് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനിയും അപ്ഡേഷൻ വരുമ്പോൾ അപ്പോൾ ഗ്രീൻ ലൈൻ വരുമോ? മേ ബി വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ C2C കേബിൾ ഉപയോഗിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ ഒറിജിനൽ കേബിൾ ഉപയോഗിച്ച്, അതായത് C2C എന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ ഒറിജിനൽ കേബിൾ ഉപയോഗിച്ചിട്ട് സാംസങ് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ലാപ്ടോപ്പിലോ അതുപോലെ കമ്പ്യൂട്ടറിലോ ഇൻസ്റ്റാൾ ചെയ്യുക. എന്താണ് സാംസങ് സ്വിച്ച് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യണം, നിങ്ങളുടെ മൊബൈൽ ഫോണിലും എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് കേബിൾ കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ എന്താവും, അത് അപ്ഡേറ്റ് എന്ന് കാണിക്കും. അങ്ങനെ ആ ഒരു ഇതിലൂടെ ആ ഒരു ആപ്ലിക്കേഷനിലൂടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഗ്രീൻ ലൈൻ വരില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നോട് പറഞ്ഞു വെച്ചാൽ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ കൊണ്ടുവന്ന് സാംസങ് സർവീസ് സെൻറ്ററിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലായിരിക്കും കുറച്ചും കൂടി ഈസി. അപ്പോൾ ഇത്രയാണ് ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.